വെൽക്കം ടു സ്റ്റോറി സ്റ്റെല്ലർ ഭാഗം 18. ചോരയിൽ കുളിർത്ത രാത്രിയിൽ നിന്നും പ്രണയത്തിന്റെ പ്രഭാതത്തിലേക്കാ അവരെഴുന്നേറ്റത്. അന്നത്തെ രാത്രി അവരുറങ്ങിയിട്ടില്ലായിരുന്നോ? അവിചാരിതമായി സംഭവിച്ച ചുംബനത്തിന് അവരുടെ 5 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നിട്ടും ആദ്യമായി ചുംബിക്കുന്ന പ്രണയിനികളെ പോലെ അവർ പരസ്പരം വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരുന്നു. അവളെ വെറുത്തുകൊണ്ടാണ് ഉമ്മ വെക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും അവനിൽ അവളോടുള്ള സ്നേഹവും പ്രണയവും നിറഞ്ഞിരുന്നു. അകലാൻ ശ്രമിക്കും തോറും അടുപ്പിക്കാൻ ശ്രമിക്കുന്ന വീര്യമുള്ള വീഞ്ഞുപോലെയായിരുന്നു അവൾക്കവൻ. ഈ രാത്രി പ്രതികാരത്തിന്റേതാണോ കൂടിച്ചേരലിന്റേതാണോ എന്നറിയാതെ അവൾ കുഴങ്ങി. അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഒരടി പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. എതിർക്കാൻ ശ്രമിക്കുന്ന അവളെ അവൻ വീണ്ടും കൂട്ടിച്ചേർക്കുക ചെയ്തത്. അവളുടെ കഴുത്തിലെ ആ ഉമ്മ വെക്കലിലും അവന്റെ ശ്വാസം അവളെ തൊട്ടറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിയെ അവൻ അവളുടെ ചെവിയിൽ ഒരു കാര്യം ചോദിച്ചു. ഈ രാത്രി നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു അമൃത? മാത്യുവുമൊത്തുള്ള സമയത്തേക്കാളും വിലപ്പെട്ടതാണോ നിനക്ക് ഈ നിമിഷങ്ങൾ? ഇങ്ങനൊരു ചോദ്യം അവൾ ആ സമയം പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ കരയാൻ തുടങ്ങി. കരച്ചിലടക്കാൻ കഴിയാതെ പൊട്ടി പൊട്ടി കരഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ കണ്ണീര് അവളെ രാത്രി കരഞ്ഞു തീർത്തു. അവൻ അതെല്ലാം അവളെ ചേർത്ത് പിടിച്ച് തന്റെ തോളിൽ ഏറ്റുവാങ്ങി. കരച്ചിൽ കുറഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്ന് പിൻവാങ്ങി. ഒരു ക്യാബ് വിളിച്ച് അവള് വീട്ടിലേക്ക് പോയി. അവൾ അകലുന്നത് നോക്കി നിൽക്കുമ്പോൾ അവർക്കിടയിലുള്ള എന്തൊക്കെയോ മാറിയെന്ന് അവന് തോന്നി. അതേസമയം ഒന്നും മാറിയിട്ടില്ലെന്നും. അങ്ങനെ രാപ്പകലില്ലാതെ അമൃത അവളുടെ അധ്വാനം തുടങ്ങി. പകൽ ഡിസൈനറായും വൈകിട്ട് സെയിൽസ് ജോലിയും രാത്രി പാർക്ക് റവന്യൂവിലും അവൾ ജോലിക്ക് പോയി. ഉറക്കവും വിശ്രമവും അതെന്താണെന്ന് പോലും അവൾ മറന്നു. പാർക്ക് റവന്യൂലെ VIP ഗസ്റ്റുകളെ സ്വീകരിക്കാൻ അവൾക്ക് സ്ഥിരമായി ജോലി കിട്ടി. VIP ഗസ്റ്റ് ഉള്ള ദിവസം അവൾ മറ്റാരെക്കാളും ബിസിയായി. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ അവിടെ ഏറ്റവും അധികം ശമ്പളം പറ്റുന്ന ഒരു ജോലിക്കാരിയായി അമൃത മാറിക്കഴിഞ്ഞു. അതവളുടെ ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് മാത്രമായിരുന്നു. ആദ്യ ദിവസം വന്നത് ഡോക്ടർ പ്രകാശ് ആയിരുന്നു. സൂര്യ മെഡിസിറ്റിയിലെ അന്നത്തെ ആ ആഘോഷത്തിന് ശേഷം തുടർച്ചയായി എന്നും ഒരു VIP ഗസ്റ്റ് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് അതൊരു പതിവായപ്പോ അമൃതയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പ്രകാശ് വന്ന് ആ ബാറിലെ ഏറ്റവും വില കൂടിയ വൈൻ 1 ഡസനോളം വാങ്ങിച്ചു. അവൾ ലിക്കർ കാർട്ട് കൊണ്ടുവന്ന് അയാൾ ആവശ്യപ്പെട്ടതെല്ലാം നൽകി. ശേഷം ചിരിച്ചുകൊണ്ട് അവൾ അന്വേഷിച്ചു, ഡോക്ടർ പ്രകാശ്, നിങ്ങളുടെ കൂട്ടുകാർ ഇപ്പൊ തന്നെ എത്തോ? ഹേ, നോ ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കാര്യം കൂടെ പ്രകാശ് കൂട്ടിച്ചേർത്തു. അമൃത, നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് എന്നെ ഇനി പ്രകാശ് എന്ന് വിളിച്ചാ മതി. ഹോ ഷുവർ. അമൃത ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്കും വൈൻ എന്തിനാണ്? ഇതൊക്കെ പ്രകാശ് ഒറ്റയ്ക്ക് കുടിക്കാൻ പോവാണോ? അമൃത കൗതുകത്തോടെ അന്വേഷിച്ചു. ഇല്ല, അതിവിടെ സൂക്ഷിക്കാലോ, ഞാൻ ഇനിയും വരും. പ്രകാശ് അവളുടെ മുഖത്ത് നോക്കാത്ത മറുപടി പറഞ്ഞു. ഓഫ് കോഴ്സ്, എങ്കിൽ ശരി, ഇനി എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ പ്രകാശ് അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിറങ്ങി. പ്രകാശ് പറഞ്ഞതില് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. എന്നാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കാനൊന്നും അവള് നിന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ഡോക്ടർ ഡേവിഡ് വന്നു. ശ്രീദേവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രെയിൻ സർജൻ ആണ് എന്നല്ലാതെ അമൃതയ്ക്ക് അയാളെ ഒരു തരത്തിലുള്ള പരിചയവുമില്ല. ഇതുവരെ സംസാരിച്ചിട്ടുമില്ലായിരുന്നു. എങ്കിലും അന്ന് രാത്രിയിലെ പരിചയം വെച്ച് ഡേവിഡ് അവളോട് ചിരിച്ചു. പ്രകാശ് ചെയ്തതുപോലെ തന്നെ 1 ഡസൻ വില കൂടിയ വൈൻ വാങ്ങിച്ച് അതവിടെ വെച്ച് തിരികെ പോയി. അങ്ങനെ ഓരോ ദിവസവും ന്യൂറോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരുന്നത് പതിവായി. ചിലർ തനിച്ചോ ചിലർ ഫ്രണ്ട്സുമായോ വന്ന് 1 ഡസൻ വൈൻ വാങ്ങിക്കും. ചിലപ്പോ അത് കഴിക്കും, അല്ലെങ്കിൽ ഇതിവിടെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബില്ല് അടച്ചു പോകും. എല്ലാവരും വന്ന് അമൃതയെ ചോദിക്കുകയും അവളുടെ അടുത്ത് നിന്ന് മാത്രം വൈൻ വാങ്ങിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവിടുത്തെ മാനേജർക്ക് അത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുകയും അവൾക്ക് കൂടുതൽ കമ്മീഷൻ നൽകുകയും ചെയ്തു. ഒപ്പമുള്ള ഹോസ്റ്റസ്റ്റുമാരെല്ലാം അവളോട് ചോദിക്കാൻ തുടങ്ങി, എന്താ ഇതിന്റെ സീക്രട്ട്? ഡോക്ടേഴ്സുമായിട്ട് നിനക്കെന്തെങ്കിലും കയ്യൊപ്പുണ്ടോ? ഇവരെല്ലാ ദിവസവും നിന്റെ അടുത്തുനിന്ന് മാത്രാണല്ലോ വൈൻ വാങ്ങിക്കുന്നത്. ശരിക്കും എന്താ ഗുഡൻസ്? ഞങ്ങൾക്കും കൂടെ പറഞ്ഞതാ. പാർക്ക് റവന്യൂയിലെ ഏറ്റവും സീനിയർ ഹോസ്റ്റസ്റ്റായ മെർലിൻ അവളോട് ചോദിച്ചു. അമൃതയ്ക്കും അതിനൊരു ഉത്തരവുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിലും ആ സംശയം വളർന്നു വലുതായി കഴിഞ്ഞിരുന്നു. ഇനി ഇന്ന് ആരായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് വിചാരിച്ച് അവൾ VIP റൂമിലേക്ക് പോയി. ഇന്നത്തെ അവളുടെ VIP ഗസ്റ്റ് ഡോക്ടർ ശിവാനി ആയിരുന്നു. അവൾ പതിവ് പോലെ ശിവാനിയുടെ അടുത്ത് ചെന്ന് 1 ഡസൻ വൈൻ കുപ്പി നീട്ടിയിട്ട് ചോദിച്ചു, ഹായ് ശിവാനി, ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനിതിവിടെ സൂക്ഷിക്കണമായിരിക്കും അല്ലേ? ശിവാനി ഒന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. ഹായ് അമൃത, ഹൗ ഡു യു ഡു? നിനക്കിതെങ്ങനെ മനസ്സിലായി? ഇതിപ്പോ കുറച്ചു ദിവസം ആയല്ലോ. ശിവാനി അധികം മദ്യപിക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇത്രയും കുപ്പികൾ? അമൃത സംശയത്തോടെ അന്വേഷിച്ചു. അത് പിന്നെ എനിക്ക് വേണ്ടി മാത്രമല്ല, ഹോസ്പിറ്റലിലെ കുറച്ച് ഫ്രണ്ട്സിനും കൂടെ വേണ്ടിയാ. ശിവാനി പണി പാളിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിലെ അത്യാവശ്യം ചിലരൊക്കെ വന്ന് അത്യാവശ്യത്തിൽ കൂടുതൽ കുപ്പി വാങ്ങിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട്.
അവർക്കാർക്കും ഇത് ആവശ്യം വരില്ല. പറ, ഇതെന്താ സംഗതി? അമൃത വിടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ചുമ്മാ കുടിക്കാനായി വാങ്ങിച്ചതാ, അല്ലാതെ വേറെന്താ? അല്ല, നീ ആകെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. നിന്റെ മുഖം കണ്ടാലറിയാം തിരക്കുണ്ടായിരുന്നല്ലേ. ശിവാനി വിഷയം മാറ്റാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോന്ന് ചോദിച്ചു. ശിവാനി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലതെല്ലാം. എന്താ ഇവിടെ നടക്കുന്നത്? അമൃത ദയനീയമായ മുഖത്തോടെ ചോദിച്ചു. സത്യമായിട്ട് ഒന്നുമില്ല അമൃത, നീ ടെൻഷൻ ആവല്ലേ. ഞാനെന്നാ ബില്ലടച്ച് പോകാൻ നോക്കട്ടെ, ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞ് ശിവാനി എത്രയും പെട്ടെന്ന് ശിവാനി അവളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള തിടുക്കത്തിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിക്ക്, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ കുപ്പികൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നീയും കൂടെ പൈസ ചെലവാക്കണ്ട. ഒരു കാര്യം ചെയ്യാം, അതെല്ലാം തീരുമ്പോ ഞാൻ തന്നെ എടുത്തു വെച്ചോളാം. അപ്പൊ പൈസ തന്നാ മതി. അമൃത ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. ശിവാനിക്കാണെങ്കിൽ അത് സമ്മതിക്കല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ അമൃത, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ ധൃതി കൂട്ടി. ശിവാനി, ഞാൻ നിന്റെ പൈസ സേവ് ചെയ്യാലോ എന്ന് കരുതി പറഞ്ഞതാ. നീ ഓക്കെ അല്ലേ? അല്ല, മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. അമൃത വീണ്ടും ചോദിക്കും. ആണോ? തോന്നിയതായിരിക്കും. ഞാനെന്നാ വേഗം ചെല്ലട്ടെ. നാളെ രാവിലെ ഒരു സർജറി അസിസ്റ്റ് ചെയ്യാൻ കയറണം. ലേറ്റായി. ബൈ അമൃത. കൂടുതൽ ചോദിക്കാനും പറയാനും നിൽക്കാതെ അവള് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. അമൃത ആകെ ആശയക്കുഴപ്പത്തിലായി. എന്തുകൊണ്ടാണ് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ഇവിടെ വന്ന് വൈൻ വാങ്ങിക്കുന്നത്? അവർ ആവശ്യത്തിൽ കൂടുതൽ വൈൻ ദിവസേന വന്ന് വാങ്ങിച്ചു പോകുന്നത് എന്തിനാണ്? അവൾക്ക് അതിന് വ്യക്തമായൊരു ഉത്തരം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഏറ്റവും സാധ്യതയുള്ള ഉത്തരത്തെ വിശ്വസിക്കാൻ അവൾ കൂട്ടാക്കിയതുമില്ല. അവൾക്ക് വേണ്ടി എന്ത് കൈവിട്ട കളിയും കളിക്കാൻ മെനക്കെടുന്ന ഒരേ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. ശിവാനി പോയതിനു ശേഷം മാനേജറോട് പറഞ്ഞ് അമൃത കുറച്ചു സമയം ബ്രേക്ക് എടുത്തു. അവൾ ഓരോന്ന് ആലോചിച്ച് വാഷ്റൂമിലേക്ക് പോയി. അപ്പൊ തൊട്ടടുത്ത വാഷ്റൂമിൽ നിന്നും പരിചിതമായ ഒരു ശബ്ദം അവൾ കേട്ടത്. ഡോക്ടർ ശ്രീദേവ്, ഐ എം സോ സോറി. എനിക്കിന്ന് വൈൻ വാങ്ങിക്കാൻ പറ്റിയില്ല. എന്നോട് അവള് പൈസ ചിലവാക്കേണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. ശിവാനിയുടെ സംസാരം കേട്ടതും അമൃത ശരിക്കും ഞെട്ടിപ്പോയി. അവളത് പ്രതീക്ഷിച്ചതായിരുന്നെങ്കിലും അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് അറിഞ്ഞപ്പോൾ അവൾ ആകെ വല്ലാണ്ടായി. ശിവാനി, ഇല്ല ഡോക്ടർ, അവൾക്ക് എന്തോ മനസ്സിലായതുപോലെ തോന്നി. എന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഡോക്ടർ, ഇതിന്റെ പേരിൽ എന്റെ സെമസ്റ്റർ മാർക്കൊന്നും കുറയ്ക്കരുത് പ്ലീസ്. ശിവാനി കെഞ്ചി. താങ്ക് യു ഡോക്ടർ, എനിക്കറിയാം അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഡോക്ടർ, നിങ്ങൾ തന്ന പൈസ എന്നെ കുറച്ച് പൈസ എടുത്ത് ഞാൻ ക്യാബ് വിളിച്ചു വന്നോട്ടെ? ഓക്കെ ഡോക്ടർ, താങ്ക് യു, എനിക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് ശിവാനി ഫോൺ വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ വാഷ്റൂമിൽ നിന്നും അമൃതയും പുറത്തേക്ക് വന്നു. അവൾ അവിടെയുള്ള കണ്ണാടിയിൽ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. മുഖം കഴുകി തന്റെ തലയൊന്ന് തണുപ്പിക്കാൻ നോക്കി. ശ്രീദേവ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് ഉറപ്പായി. ശിവാനിയുടെ ഫോൺ കോൾ മാത്രം മതി അതിന് തെളിവായിട്ട്. അവനാണ് പൈസ കൊടുത്ത് ഓരോ ദിവസവും ഇവിടേക്ക് ഗസ്റ്റിനെ വിട്ടിരുന്നത്. അവൾക്കിത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി. എന്തിനു വേണ്ടി? ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവൾക്ക് അത്ഭുതം അടക്കാനായില്ല. അറിയും തോറും അകന്നു പോകുന്ന ഒരു പ്രത്യേകതരം മനുഷ്യനാണ് അവനെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. എത്ര ശ്രമിച്ചിട്ടും അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. ഈ സഹായത്തിന് അവനോട് നന്ദി പറയണോ അതോ അറിഞ്ഞൂന്ന് അവനെ അറിയിക്കാതിരിക്കണോ? അവളുടെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അന്നത്തെ അപ്രതീക്ഷിതമായിരുന്ന ആ രാത്രിക്ക് ശേഷം അവർ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പരസ്പരം കാണാനിടയുള്ള സാഹചര്യങ്ങളെ അവര് രണ്ടുപേരും പരസ്പരം ഒഴിവാക്കുമായിരുന്നു. ഒഴിവാക്കേണ്ടിയിരുന്ന അന്നത്തെ രാത്രിയുടെ ഓർമ്മ പോലും സൂക്ഷിക്കേണ്ടതില്ലെന്ന് അവർ ഓർത്തു കാണും. 5 കൊല്ലങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതാ അവരുടെ വിധി. അതിലിനി ഒരു മാറ്റവും സാധ്യമല്ല. എല്ലാം മറക്കാൻ പഠിച്ചേ പറ്റൂ. അവൾ സ്വയം ശാസിച്ചു. അവൾ യൂണിഫോം എല്ലാം കറക്റ്റ് ചെയ്ത് ഡ്യൂട്ടിയിൽ തിരിച്ചു കയറി. അവൾക്ക് അവളുടെ രഹസ്യ ഉപഭോക്താവിനെ മറക്കണമായിരുന്നു. അവളെ വെറുപ്പോടെ സ്നേഹിക്കുന്നവനെ അവൾക്ക് മറന്നേ പറ്റൂ. അങ്ങനെ അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അമൃതയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവധി ദിനമായിരുന്നു അന്ന്. ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞ് അവൾക്ക് ലഭിക്കുന്ന ഒരേ ഒരു അവധി ദിവസം. അവൾ അന്ന് മുഴുവൻ ആര്യന്റെ കൂടെ ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. അവനും അന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷമാ അമ്മയെ ഇങ്ങനെ അടുത്ത് കിട്ടുന്നത്. അമൃത അച്ചുവിന്റെ കട്ടിലിന്റെ അടുത്തിരുന്ന് ആപ്പിൾ മുറിക്കുകയായിരുന്നു. അപ്പോഴാ അവനെ പരിചരിക്കുന്ന 2 നഴ്സുമാർ അതുവഴി വന്നത്. എന്താ അച്ചു, ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ച് സിസ്റ്റർ റീത്തയും അശ്വതിയും അകത്തേക്ക് കയറി വന്നു. വെറുതെ അല്ല, അമ്മയുണ്ടല്ലേ എന്ന്. ഡോർ തുറന്ന് അകത്തേക്ക് കയറി അമൃതയെ കണ്ടപ്പോഴാ അവർക്ക് അവന്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലായത്. അവർ രണ്ടുപേരും ചേർന്ന് അച്ചുവിന്റെ ബിപിയും പൾസൊക്കെ ചെക്ക് ചെയ്തു. മരുന്നൊക്കെ കഴിച്ചില്ലേ അച്ചു? റീത്ത സിസ്റ്റർ ചോദിച്ചു. അമ്മയെല്ലാം എടുത്തു തന്നു സിസ്റ്റർ. അച്ചു സന്തോഷത്തോടെ മറുപടി കൊടുത്തു. എന്താ അച്ചു വരയ്ക്കുന്നത്? അവന്റെ കയ്യിലിരിക്കുന്ന ഡ്രോയിങ് ബുക്ക് നോക്കിക്കൊണ്ട് അശ്വതി സിസ്റ്റർ ചോദിച്ചു. ഞാനേ അമ്മയുടെ പടം വരയ്ക്കാൻ പോവാ. ചിരിച്ചുകൊണ്ട് അമൃതയെ നോക്കി.
കണ്ടോ കണ്ടോ, ഇന്ന് അമ്മ ഉള്ളതുകൊണ്ട് അവന് നമ്മളെയൊന്നും വേണ്ട. റീത്ത സിസ്റ്റർ അവന്റെ കുഞ്ഞ് കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി അശ്വതി സിസ്റ്ററെ, ഒരു സന്തോഷം ഇല്ലല്ലോ? ഞാൻ നാളെ സിസ്റ്ററിന്റെ പടം വരച്ചു തരാം, അച്ചു ചോദിച്ചു. അമൃത അവനെ നോക്കി ചിരിച്ചു. അവൻ അവിടുത്തെ നഴ്സുമാരെ എല്ലാം വളരെ വലിയ കാര്യമായിരുന്നു അവർക്ക് തിരിച്ചും. അതുകൊണ്ട് അവരുടെ ആരുടെയെങ്കിലും മുഖമൊന്നു മാറിയാൽ അവന് മനസ്സിലാകും. ഓ അതോ, അശ്വതിയുടെ ഹൃദയം തകർന്നിരിക്കുക. റീത്ത സിസ്റ്റർ അശ്വതിയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹേ സിസ്റ്ററെ എന്ന് പറഞ്ഞ് അശ്വതി സിസ്റ്റർ റീത്ത സിസ്റ്ററുടെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. അതെന്താന്നുള്ള ഭാവത്തിൽ അമൃത അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. അശ്വതി, നീ മാത്രല്ല, നിന്നെ പോലെ ഡോക്ടർ ശ്രീദേവിന്റെ പിന്നാലെ നടക്കുന്ന എല്ലാവരും ഇതുപോലെ ഡിപ്രഷൻ അടിച്ചിരിപ്പുണ്ടാവും. റീത്ത സിസ്റ്റർ തുടർന്നു. ശ്രീദേവിന്റെ പേര് കേട്ടതും അമൃത പിന്നെ തലപൊക്കി അവരെ നോക്കാനേ നിന്നില്ല. ഒന്ന് പോ സിസ്റ്ററെ, ഇതൊന്നുമല്ല. അശ്വതി സിസ്റ്റർ എതിർത്തു. എന്തതൊന്നുമല്ല? കേട്ടോ അമൃതേ, ഇന്നാ ശ്രീദേവ് ഡോക്ടർ അയാളുടെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടി ഇവിടെ വന്നിരുന്നു. ഇവിടുത്തെ കഫറ്റീരിയയിലിരുന്ന് ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ അവര് പോയത്. റീത്ത സിസ്റ്റർ വിശദീകരിച്ചു. ഡോക്ടർ അവരുടെ എത്ര സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നത്? അശ്വതി സിസ്റ്റർ ഒരു സങ്കടത്തില് പറഞ്ഞു. അതിന് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ആ പെണ്ണിനെ കണ്ടാൽ തന്നെ അറിയാം ഏതോ വലിയ വീട്ടിലെ പൈസക്കാരിയാണെന്ന്. അവര് തമ്മിൽ ഭയങ്കര മാച്ചാ, കണ്ണെടുക്കാൻ തോന്നില്ല രണ്ടുപേരെയും. റീത്ത സിസ്റ്റർ അങ്ങനെ അവരെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അത്രയ്ക്കൊന്നുമില്ല, കാണാൻ കൊള്ളാം, അത്ര തന്നെ. ശ്രീദേവ് ഡോക്ടർക്ക് ഇതിലും നല്ല പെൺകുട്ടിയെ കിട്ടും. അശ്വതി സിസ്റ്റർ ഇത്തിരി കുശുമ്പോടെ പറഞ്ഞു. പിന്നെ ആ കൊച്ചിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു വലിയ റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്നുള്ളതാണെന്ന്. അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. റീത്ത സിസ്റ്ററും വിട്ടുകൊടുത്തില്ല. അത് കേട്ടപ്പോഴേ അമൃതയുടെ കൈ മുറിഞ്ഞു. അവളുടെ ശ്രദ്ധ പെട്ടെന്ന് തെറ്റിപ്പോയി. ചോര വരാൻ തുടങ്ങിയപ്പോൾ അവൾ കൈ വായിലേക്ക് വെച്ചു. നഴ്സുമാര് കാണാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ആ ചോര തുടച്ചു മാറ്റി. പക്ഷെ സിസ്റ്റർ ശ്രദ്ധിച്ചോ, അവരാൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് പോലെ തോന്നിയില്ലേ? ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഭയങ്കര സ്നേഹം കാണിക്കുന്നതായിട്ട് തോന്നി എനിക്ക്. അശ്വതി സിസ്റ്റർ അവരുടെ നിരീക്ഷണം പങ്കുവെച്ചു. എല്ലാവരും കൗതുകത്തോടെ അശ്വതിയെ തന്നെ നോക്കിയിരുന്നു. പാർവതി വന്നപ്പോൾ അവളുടെ മുന്നിൽ പോയി പെടാത്തതോർത്ത് അമൃത ദൈവത്തോട് നന്ദി പറഞ്ഞു. അങ്ങനെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണേ. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്